ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ് എപ്പോഴും പറയുന്ന പോലെ തന്നെ തെറിവിളി ഞാൻ വല്ല തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എല്ലാ അധികാരത്തോടെയും തെറിവിളിക്കാനും ചീത്ത പറയാനും എല്ലാത്തിനും ഉള്ളതാണ് കമൻറ്റ് സെക്ഷൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ കൊണ്ട് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ കുറേ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ടാർഗറ്റൊക്കെ വെക്കുകയാണ്. ഒരു 150 ലൈക്കെങ്കിലും എനിക്ക് തരണം എന്നാണ് ഞാനൊരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ 3 പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുന്നത് ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. അതിൽ മേജറായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ 2 അപ്ഡേറ്റും പറയുന്നുണ്ട്. അതേപോലെ തന്നെ സാധാരണ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റും ഞാൻ ഇന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് മേജറായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗസിൻ്റെ തന്നെയാണ് മേജറായിട്ടുള്ള അപ്ഡേറ്റ്. അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇന്നതൊക്കെയാണ്, ഇതിൻ്റെ ഈ ഒരു ബേസിലാണ് നിങ്ങൾക്ക് ടോക്കൺ തരിക എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഞാൻ ആൾറെഡി ഈ ടോക്കൺ പ്രെഡിക്ഷനായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മപ്പോൾ അവിടെ കോറായിട്ട് വെച്ചത് പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ സ്ട്രാറ്റജികൾ മാറിയ കാരണം എന്തായാലും അത് നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാം. അതോടൊപ്പം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നോട്ട് പേ നാളെ ലിസ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളൊരു കൺക്ലൂഷൻ ആയിരിക്കും ഞാൻ പറയുന്നത്. അതോടൊപ്പം പിഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നമുക്കിപ്പോൾ കുറേ പേർക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതും പറയും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. നിങ്ങൾ ഓരോ വാലറ്റ് കണക്ഷനും എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇന്ന് തന്നിട്ടാണ് ഞാൻ ഇന്ന് പോവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ പൗസിൻ്റെ ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ പൗസിൽ അവർ പറഞ്ഞിരിക്കുകയാണ് വാട്ട് നെക്സ്റ്റ് പൗസ്. അപ്പോൾ അടുത്തത് എന്താണ് പൗസിൽ നടക്കാൻ പോകുന്നത്. വി ഹാഡ് എ ബിസി 2 months. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമൊക്കെ ഒരു നല്ല ബിസി ആയിരുന്നു. ഒരുപാട് ആൾക്കാരുടെ എൻഗേജ്മെൻറ്റ് ചെയ്യിപ്പിച്ചു, ടാസ്ക് ചെയ്യിപ്പിച്ചു. നല്ല രീതിയിൽ തന്നെ അവർ നല്ല കുറേ യൂസേഴ്സിനെ കയറ്റിയിട്ടുണ്ട്. ആൻഡ് വൈ യു ആൾ ഹാവ് ബീൻ ആക്റ്റീവ്ലി ഫാമിംഗ് പൗസ് ബൈ കംപ്ലീറ്റിംഗ് വേരിയസ് ടാസ്ക്. അപ്പോൾ അവർ നിങ്ങൾ എല്ലാവരും കുറേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പോയിൻറ്റ്സ് ഉണ്ടാക്കി. വി വാണ്ട് ടു മേക്ക് ദ മൊമെൻറ്റ് ടു താങ്ക് ഈച്ച് ആൻഡ് എവരി. അപ്പോൾ നമ്മളോടൊക്കെ വളരെയധികം നന്ദി പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ബിലോ എ ലിറ്റിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഫ്രം ദ പൗസ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട വേണ്ട ആൻസേഴ്സും അവർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള വെൻ TGE ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് എപ്പോഴാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. സ്നാപ്ഷോട്ട് അവർ പറഞ്ഞ തീയതി തന്നെ ഡിസംബർ 30 തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദ പൗസ് പ്രോജക്റ്റ് ഈസ് ട്രാൻസിഷനിങ് ഇൻ ടു ന്യൂ ഫേസ് ഇൻ ദ പ്രിപ്പറേഷൻ ഫോർ ദ TGE. അപ്പോൾ അവരുടെ ആപ്പിൽ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇൻ്റർഫേസ് കൊണ്ടുവരാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ വേറൊരു അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ദിസ് പ്രോസസ് ടേക്ക് ടൈം ആസ് വി വാണ്ട് ടു എൻഷുർ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ഇൻ ഷേപ്പ്. അപ്പോൾ നമുക്കിങ്ങനെ TGE കാര്യങ്ങളും ടോക്കൺ ജനറേഷനും അതേപോലെ തന്നെ ലിസ്റ്റ് ആവാനും എക്സ്ചേഞ്ചും അതിനൊക്കെ കുറച്ച് സമയം എടുക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രൊജക്റ്റ് കണ്ടത് കാരണം നമുക്കറിയാം. അത് തന്നെയാണ് അവരും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൾസോ ദിസ് ക്വസ്റ്റ്യൻ മേ ഹാവ് ആൾറെഡി ബീൻ ആൻസേർഡ് ഇൻ അവർ പ്രീവിയസ് പോസ്റ്റ് ആൻഡ് പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇവൻ്റെ ഒരു ഡേറ്റ് മാറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവർ കറക്റ്റായിട്ട് പക്കയായിട്ട് പറഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ റീസെൻ്റ്ലി വന്നിട്ട് ഒരുപാട് യൂസേഴ്സ് ഉണ്ടാക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഡിസംബർ 30 സ്നാപ്ഷോട്ട് കഴിഞ്ഞു. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് ജനുവരി എന്നുള്ളൊരു ആ ഒരു പഴയ ഫോട്ടോയിൽ നമുക്ക് ഹിൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി തന്നെയായിരിക്കും ഇവർ എന്ത് ചെയ്യാൻ പോകുന്നത്, അതായത് ഈ മാസം തന്നെയായിരിക്കും ഇവർ എന്ത് ചെയ്യാൻ പോകുന്നത്, ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഏത് എക്സ്ചേഞ്ചിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ ദ എയർ ഡ്രോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺ ആണല്ലോ ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ആ എയർ ഡ്രോപ്പിന് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ഉള്ളത് എന്ന് കുറച്ച് പേർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ എ മേജർ അപ്ഡേറ്റ് ഈസ് കമ്മിങ് സൂൺ ദാറ്റ് വിൽ സ്പെസിഫിക്കലി അഫക്ട് ദ പൗസ് വെബ്സൈറ്റ് വെർ വി വിൽ ബി ഔട്ട്ലൈൻ ദ ക്രൈറ്റീരിയ ഫോർ റിസീവിങ് എയർ ഡ്രോപ്പ്. അപ്പോൾ അവർ പറയുകയാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഈ വെബ്സൈറ്റിൽ നമുക്ക് എന്താണ് ഒരു മേജർ അപ്ഡേറ്റ് അവിടെ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ ചെറിയ ഹിൻഡ് മാത്രമാണ് ഇപ്പോൾ തരുന്നുള്ളൂ. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് വാലറ്റ് കണക്ഷനും അതേപോലെ തന്നെ ഇപ്പോൾ വന്ന റീസെൻ്റ് ആയിട്ടുള്ള ടാസ്ക് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫോർ നൗ വി ക്യാൻ കൺഫേം ദാറ്റ് വൺ ഓഫ് ദ മാറ്ററി ക്രൈറ്റീരിയ വിൽ ബി നമ്പർ ഓഫ് ദ കോസ്റ്റ് കംപ്ലീറ്റഡ് ബൈ ദ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മേജറായിട്ട് അവരിവിടെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ടാസ്ക് കംപ്ലീഷനാണ്. നിങ്ങൾ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എത്രത്തോളം വോട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, വോട്ടൊക്കെ ടാസ്ക് ബേസ് ആണല്ലോ, ആ ടാസ്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ടോക്കൺ തരാൻ പോകുന്നത് എന്നാണ് അവർ ആദ്യം മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വിച്ച് ഈസ് വൈ വി ആർ കണ്ടിന്യൂ റിലീസിങ് ടൂസ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ടാസ്കുകൾ അവർ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അതുകൊണ്ടൊന്നുമല്ല, അവർക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇല്ലെങ്കിൽ അവർ ഇന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സൂവിൻ്റെ എടുക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്യുന്നു, അവർ ചില്ലറ വാങ്ങുന്നു. അപ്പോൾ ഇവരുടേതായിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ മാത്രമാണ് അവരിങ്ങനെ ടാസ്കുകൾ കൊണ്ടുവരുന്നത്. ഈ സൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ടാസ്കൊക്കെ ഈ സ്നാപ്ഷോട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ അവർ കാശ് മേടിച്ചിട്ടുണ്ടാവും. കാശ് കൊണ്ടുള്ള പ്രൊമോഷൻ ആണല്ലോ, അങ്ങനെയൊക്കെ ആണല്ലോ, ഇതൊക്കെ ആണല്ലോ കച്ചവടം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വൈ ഐ ആം സീയിങ് കോൾ ഓൺ മൈ സ്ക്രീൻ ഇൻസ്റ്റൻറ്റ് ഓഫ് പൗസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ ആ ക്രിസ്മസ് ദിവസം എന്തായി, നമുക്ക് ഈ ഒരു ഇത് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പോയിന്റ്സ് ഒക്കെ ഒരാൾ കട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കട്ടുകൊണ്ട് ഇല്ലെങ്കിൽ അവിടെ ഒരു കോൾ ഇല്ലെങ്കിൽ ഒരു കരിയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും അത് ക്ലെയിം ചെയ്തിട്ടില്ല, ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാണ് കൂടുതൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനായിട്ട് ഇതിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് കൂടുതൽ അലോക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് വന്നിട്ട് എല്ലാ ടാസ്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതോടൊപ്പം നിങ്ങളോടും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ റെഗുലറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഹൗ മെനി പൗസ് ടോക്കൺ വിൽ ഐ റിസീവ് ഇഫ് ഐ ഹാവ് 100K പൗസ് പോയിന്റ്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിൽ 100K ഉണ്ട്, എൻ്റെ കയ്യിൽ 500K ഉണ്ട്, എൻ്റെ കയ്യിൽ 200K ഉണ്ട്, എൻ്റെ കയ്യിൽ 50,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് കിട്ടുക എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആൾറെഡി ഒരു പ്രഡിക്ഷൻ ചെയ്ത കാരണം അത് മൊത്തം മേ ബി തെറ്റാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പുതിയ ക്രൈറ്റീരിയകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പൗസ് പോയിന്റ്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൊജക്റ്റ് ടോക്കൺസ് ബേസ്ഡ് ഓൺ സെവറൽ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നതൊക്കെ നല്ലത് തന്നെ, അത് പക്ഷേ കൺവേർട്ട് ആവുന്നത് ഇത്രത്തോളം ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണെന്ന് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് കോസ്റ്റ് കംപ്ലീറ്റഡ്. അപ്പം ഫസ്റ്റ് വൺ അവർ പറയുന്നത് നിങ്ങൾ എത്രത്തോളം ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതാണ് ഫസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതേപോലെ തന്നെ അവർ പറയുകയാണ് പാർട്ടിസിപ്പേഷൻ ഇൻ പ്രൊജക്ട് ലിസ്റ്റഡ് ഓൺ ദ പൗസ് റോഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രൊജക്റ്റിലേക്ക് അവരുടെ റോഡ് മാപ്പിൽ നമ്മൾ ഹാംസ്റ്റർ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ എന്താണ് എക്സംബിയർ ആയിക്കോട്ടെ അതേപോലെ തന്നെ ബംസ് ആയിക്കോട്ടെ ആ പ്രൊജക്റ്റിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അതും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഇവർ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു തീം ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, അവരൊക്കെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അവരിനെ ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അവരൊക്കെ ഒന്ന് എൻഗേജ്മെൻറ്റ് ആവാൻ, ആ പ്രൊജക്റ്റിലും എൻഗേജ്മെൻറ്റ് ആവാനുള്ളൊരു ഐഡിയ ആണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് കാരണം അവർ അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എടുത്തു, നമ്മളെ കൊണ്ട് കൂടുതൽ ആക്റ്റീവായിട്ട് അതിലൊക്കെ കളിക്കാനും അവർ ശ്രമിച്ചു. അപ്പോൾ നമ്പർ ഓഫ് ആക്റ്റീവ് റെഫറൽസ്, ഇവിടെയാണ് നിങ്ങൾ എന്നെയും തെറി വിളിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ അവരിനെയും തെറി വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് ആയാലും നമുക്ക് മനസ്സിലായത് എന്താണ്, അവൻ്റെ ആക്റ്റീവ് റെഫറൽ അവരൊരു മെയിൻ മൾട്ടിഫയർ ആയിട്ട് എന്തായാലും വെക്കും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്പനിനെ വളർത്താൻ കൂടുതലായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ഈ ഇങ്ങനെ ഒരുപാട് റെഫറൽ കയറ്റുന്ന ആൾക്കാർ. അതുകൊണ്ട് അവർക്ക് തന്നെയായിരിക്കും കൂടുതൽ ടോക്കൺസ് കിട്ടാൻ പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ പൗസിലൊക്കെ ആൾറെഡി ഇങ്ങനെ മറ്റൊരു ഈ ഗൂഗിൾ പേൻ്റെ ഒരു ലഡ്ഡു ഒക്കെ വന്നല്ലോ, ആ ലഡ്ഡു വന്നപ്പോൾ കുറേ ആൾക്കാർ ലിങ്കൊക്കെ മാറ്റിയിട്ട് കുറേ ആൾക്കാരിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറ്റിയവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് അങ്ങനെ കയറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ താഴെ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഡൗട്ട് അങ്ങോട്ട് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നേരെ അടുത്ത് പറയാനുള്ളത് വോട്ടിംഗ് മെഡൽസ് ആൻഡ് മോർ എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. വോട്ടിംഗ് മെഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കുറേ പ്രൊജക്റ്റിൻ്റെ വോട്ടിംഗ് എന്നുള്ളൊരു കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും നമുക്ക് എന്താണ് ഇവരെ ഒരു മെയിനായിട്ട് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി ബംസ് കഴിഞ്ഞു, അതേപോലെ തന്നെ വേറെ ഏതൊക്കെയോ കുറച്ച് ഈ വോട്ടിങ്ങിൻ്റെ എക്സംബെയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വോട്ടിങ്ങിൻ്റെ കണക്ക് വെച്ചിട്ടായിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ടോക്കൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അതും ലാസ്റ്റ് ആയിട്ട് എടുക്കണം. ആൻഡ് മോർ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ മോർ എന്താണെന്ന് പറഞ്ഞാൽ മേ ബി ഒന്നില്ലെങ്കിൽ ടോൺ ട്രാൻസാക്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് പൈസ ഇടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പൈസ ഇട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താണ് കൂടുതൽ വല്ലതൊക്കെ കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ടൈമിൽ ഈ ടോണിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കും മേ ബി അത് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. ഈച്ച് ഓഫ് ദ മെട്രിക്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഇമ്പാക്ട് ഓഫ് ദ ഫൈനൽ എമൗണ്ട് ഓഫ് ടോക്കൺ അവൈലബിൾ ഫോർ ക്ലെയിമിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടി കിട്ടുന്നത് ഓരോ ആൾക്കാർക്കും ഓരോരോ ഡിഫറെൻറ്റ് ടോക്കൺസ് തന്നെയാണ് കിട്ടുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ടോക്കൺസ് കിട്ടട്ടെ. അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ആകെ നെഗറ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെഫറൻസ് വെച്ചിട്ടുള്ള സാധാരണക്കാർക്ക് അത് എടുക്കാൻ പറ്റില്ല. അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മെയിനായിട്ട് മൂന്നാമത് നിൽക്കുന്ന കാരണം മേ ബി സാധാരണക്കാരായ ആൾക്കാർക്ക് അത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ
എന്തായാലും നല്ല പ്രൊജക്റ്റാണ്. ബിനാൻസിലാണ് മേ ബി കൂടുതലായിട്ടും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ബിനാൻസ് ആയിട്ട് അതിലൊരു ഹിൻ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വാല്യൂ ഒക്കെ ഇതിൽ വരും, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോൾ വാല്യൂ കുറച്ച് ഒരു 2-3-4-5 ദിവസത്തിനൊക്കെ ചിലപ്പോൾ അങ്ങനെ കൂടാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടട്ടെ. ഇനി ഞാൻ അടുത്തത് ഇവിടെ പറയാൻ പോകുന്നത്, ഇവിടെ കുറേ ആൾക്കാർക്ക് പുതിയ ടാസ്ക് വന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, വെബ്സൈറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആൾറെഡി കണക്ട് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൗസിലേക്ക് വരുന്നുണ്ട്. പൗസിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഏൺ സെഷനിൽ എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ 2 ടാസ്കുകൾ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ ടാസ്കുകൾ നിങ്ങൾ എടുക്കുക. ടാസ്കുകൾ എടുത്തിട്ട് അവർ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ മെയിനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ വിസിറ്റ് അവർ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വിസിറ്റ് അവർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊരു ബ്രൗസർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്, ഗൂഗിൾ ചൂസ് ചെയ്യുകയാണ്. ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെരിഫൈ എന്നുള്ള കാര്യം അവർ പറയുന്നതിന് മുമ്പ് തന്നെ, അവരൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് വെരിഫൈ വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഒരു ടാസ്ക് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞത് നമ്മളെ കൊണ്ട് സബ്സ്ക്രൈബറിനെ കൊണ്ട് നമ്മൾ അത് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് വാലറ്റ് കണക്ട് ചെയ്യാനും ചിലവർക്ക് ഡൗട്ടാണ്. ഇവിടെ നിന്ന് വാലറ്റ് ചെയ്യാൻ, നമ്മുടെ ടെലിഗ്രാം വാലറ്റ് കണക്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാമിൽ തന്നെയാണ് പോവുക. നിങ്ങൾക്ക് അത് ടെലിഗ്രാമിൽ കണക്ട് ചെയ്യുക. ഇവിടെ രണ്ടും നിങ്ങൾ ആ ടെലിഗ്രാം ബോട്ടിൽ കണക്ട് ചെയ്ത അതേ വാലറ്റ് തന്നെ ആയിരിക്കണം ഇവിടെയും വന്ന് കണക്ട് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ സൊലാന വാലറ്റിലാണ് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കണക്ട് സോൾ എന്ന് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ താഴെ തന്നെ എന്ത് വന്നു, ഫാൻറ്റം എന്നുള്ളൊരു ഓപ്ഷനാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാൻറ്റം വാലറ്റ് ഉണ്ടോ അതോ നിങ്ങൾ പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫാൻറ്റം വാലറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫാൻറ്റം വാലറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്ന് കണക്ട് ഫാൻറ്റം വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഫാൻറ്റം വാലറ്റിലേക്കാണ് പോവുക. പോയി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അവിടെ ഇങ്ങനെ നമ്മുടെ ഒരു കൈയൊക്കെ വെച്ചിട്ട് വെരിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ വന്നിട്ട് ഈ ഫാൻറ്റം വാലറ്റിൽ നമുക്ക് എപ്പോഴും കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ഉടനെ അവിടെ നിന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ നേരെ എന്ത് ചെയ്യുക, അത് ഇവിടെ കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തെന്ന് പറഞ്ഞത് ഇവിടെ തന്നെ നിൽക്കില്ല, വീണ്ടും ആ ഒരു വെബ്സൈറ്റിൽ തന്നെ പോകും. വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക, ലാസ്റ്റ് സ്റ്റെപ്പ് ടു സൈനിങ് എന്ന് വേണ്ട. അപ്പോൾ വീണ്ടും ഒന്ന് സൈനിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വീണ്ടും ഫാൻറ്റം വാലറ്റിലേക്കാണ് പോവുക. പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സൈനിൻ്റെ ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാലറ്റ് കണക്ട് ആയി. എന്നിട്ടും നിങ്ങൾക്ക് ആയില്ല, നമ്മുടെ ഈ സാധനം ഒന്നും കയറി വന്നില്ല എന്നൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫാൻറ്റം വാലറ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കുക, വെച്ചിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്കായില്ല എന്നുള്ള കാര്യമാണെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഗൂഗിളിൽ നിന്ന് ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. പേസ്റ്റ് ചെയ്തെടുത്തിട്ട് നേരെ ഫാൻറ്റം വാലറ്റിൽ ഓപ്പൺ ചെയ്യുക. ഫാൻറ്റം വാലറ്റ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻറ്റം വാലറ്റിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ലിങ്കൊക്കെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ ഇവിടെ ഓപ്പണിൽ നമുക്ക് ഇതാണെങ്കിൽ ഹോം പേജ് എങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരിക അങ്ങനെയുള്ളൊരു വെടികാരം പോലുള്ള സംഭവം ഉണ്ടല്ലോ ലാസ്റ്റ്, അവിടെ വന്നിട്ട് നമുക്ക് നേരെ ഒന്ന് വരിക. നേരെ വന്നിട്ട് നമുക്ക് ഇവിടെ സൈറ്റ് പേസ്റ്റ് എല്ലാ കാര്യങ്ങളും പേസ്റ്റ് ചെയ്യാൻ പറ്റും. സൈറ്റ് പേസ്റ്റ് എന്നല്ല, ഇവിടെ വന്നിട്ട് ഒന്ന് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആൾറെഡി വെരിഫൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ വെരിഫൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ നിന്ന് വെരിഫൈ കൊടുത്തു പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാമിലേക്കാണ് പോവുക. ടെലിഗ്രാമിൽ പോയിട്ട് ആ അക്കൗണ്ട് വെരിഫൈ ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സൊലാന വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ആ പുതിയ ടാസ്കിൻ്റെ കാര്യമാണ്. ഈ ടാസ്കിൽ കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ക്ലെയിം ഓപ്ഷൻ കാണിക്കാത്തതെന്ന്. നേരെ ഏൺ സെഷനിലേക്ക് വരിക. ഏൺ സെഷനിലേക്ക് വന്നാൽ ലിമിറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈസി പൗസ് വെബ് ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇവരിൻ്റെ വെബ്സൈറ്റ് നമ്മുടെ ഫോണിൻ്റെ ഹോം പേജിൽ ആഡ് ചെയ്യണം. അത്ര മാത്രമാണ് ടാസ്ക്. നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് ഈ വെബ്സൈറ്റിലേക്കായിരിക്കും പോവുക. അപ്പോൾ വെബ്സൈറ്റിൽ പോയാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഈ പൗസിൻ്റെ താഴെ നമുക്ക് ആഡ് ടു ഹോം പേജ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ അവർ സ്റ്റെപ്പ് പറഞ്ഞതുണ്ടാവും. ആ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നേരെ ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൻ്റെ തൊട്ട് മേലെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിയേറ്റ് എ ഷോർട്ട് കട്ട് എന്നുണ്ടാവും. ആഡ് കൊടുക്കുക, നമുക്കിവിടെ താഴെ നമുക്ക് എന്തയക്കാൻ പറ്റും, നമ്മുടെ അത് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ടും നിങ്ങൾക്ക് ആയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ബാക്കിലേക്ക് വരിക, വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ഒരു 4-5 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവും. എന്നിട്ടും ഒന്ന് റീലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടാവും. എന്നിട്ടും നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ഓപ്ഷൻ വന്നില്ല എന്ന് പറയാനുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ആഡ് എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലേ, നീല കളറ്, ആ സാധനം പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് വരുള്ളൂ, നമുക്ക് അവിടെ ക്ലെയിം ഓപ്ഷൻ വരുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ആ സാധനം പോകുന്നത് വരെ ഒന്ന് റീലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം ഗൂഗിളിൽ തന്നെ ഓപ്പൺ ആക്കുക, എന്നിട്ട് അത് ചെയ്യുക. അത് ചെയ്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒന്ന് ബ്രൗസറിൽ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബാക്കിലേക്ക് വരിക, ബാക്കിലോട്ട് വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി റീലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മേലെയുള്ള ആ ഒരു നീല ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ടെലിഗ്രാം ബോട്ടിലേക്ക് വന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലെയിം ഓപ്ഷൻ ആയിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്, എൻ്റെ 2 അക്കൗണ്ടിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, കമൻറ്റിൽ മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാവാനും ഇല്ലെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആവാനും കാരണമാവും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്ത പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും എല്ലാവരും ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുള്ള നമ്മുടെ നോട്ട് പേ നാളെ തന്നെ ലിസ്റ്റ് ആവുമോ എന്നുള്ളൊരു കാര്യം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നാളെ ലിസ്റ്റ് ആവും എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ബിറ്റ്ഗെറ്റിൽ അവിടെ പൂളെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലോഞ്ച് പൂൾ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന പൂളെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിൽ നമുക്ക് എന്ത് കിടക്കുന്നുണ്ട്, നമ്മുടെ NC ടോക്കൺസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ NC ടോക്കൺസ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എൻഡ് ആവുന്നത് 1/17 ഒരു ദിവസവും 17 മണിക്കൂറും 42 മിനിറ്റും 13 സെക്കൻഡിലാണ് ഇത് എൻഡ് ആവുക. അപ്പോൾ ഇത് എൻഡ് ആയി കഴിഞ്ഞതും നാളെ നോട്ട് പേ എന്താവും, ലിസ്റ്റ് ആവും, നമുക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇത് മേ ബി ലിസ്റ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇത് മേ ബി ലോക്കായിട്ട് തന്നെ കിടക്കും. അതിൻ്റെ ഒഫീഷ്യൽ പേജിൽ അവർ എപ്പോഴാണോ നമുക്കിത് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഫാൻറ്റം വാലറ്റിലേക്ക് ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് റിസീവ് ആവുള്ളൂ. അത് റിസീവ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബിറ്റ്ഗെറ്റിക്കോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്വാപ്പ് ചെയ്യാനോ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഈ നോട്ട് പേയിൽ കുറേ പേർക്കുള്ള ഡൗട്ട്, ഞാൻ എത്രത്തോളം സോളാണ് നമ്മുടെ അക്കൗണ്ടിൽ വെക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ടൈനി സോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇത്രത്തോളം കണക്ക് 1 to 5 എന്നോ അങ്ങനെയുള്ള പല റൂമേഴ്സ് ഞാൻ കണ്ടു. ഒരിക്കലും അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ എത്രത്തോളം സോൾ ഉണ്ടോ നിങ്ങൾ അത് വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ആ ക്ലെയിം ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് എത്രത്തോളമാണോ നീഡ് അപ്പോൾ അത് നിങ്ങൾ മേടിച്ചാൽ മാത്രം മതി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലിസ്റ്റിംഗ് ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് പറയാത്തത് കാരണം ഒരിക്കലും നാളെയല്ല നമ്മുടെ നോട്ട് പേ ലിസ്റ്റ് ആവുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനും നിങ്ങൾക്ക് വല്ല എതിരഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ താഴെ വന്ന് മെൻഷൻ ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ ഓരോ അല്ലെങ്കിൽ 17 ഒരു ദിവസവും ഇല്ല, വെറും 17, ഞാൻ വേറെ അതിൻ്റെയാണ് വായിച്ചെന്ന് തോന്നുന്നു, 17 മണിക്കൂർ എന്തായാലും നാളെ ലിസ്റ്റ് ആവില്ല, അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ പ്രൊജക്റ്റും ഇപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞ് ലിസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഈ പൂളെക്സ് എന്ന് പറഞ്ഞത്. ഇത് അവരൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഇഷ്ടമുള്ളപ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലേക്കാണ് അവരെന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക, നമുക്ക് ടോക്കൺ തരിക. അപ്പോൾ ഇതൊരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ നാളെ ലിസ്റ്റ് ആവുമെന്ന് വലിയ ഉറപ്പൊന്നും പറയേണ്ട. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല നാളെ ലിസ്റ്റ് ആവുന്നു. ഒഫീഷ്യലായിട്ട് ന്യൂസ് കിട്ടുന്നവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റ് റിയൽ ആണോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് റിയൽ തന്നെയാണ്. ഗോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, ആ ഗോട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് ഈ പിഗ് ഹൗസിൻ്റെ കാര്യം. ഈ പിഗ് ഹൗസിൻ്റെ കാര്യം അവരിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വീണ്ടും 7 ദിവസമൊക്കെ ഇതാക്കി. ഇനി അവർ അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് ലിസ്റ്റിംഗ് അല്ല, അവിടുത്തെ ഒരു ലോഞ്ച് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്നൊക്കെ പറയും, ഇല്ലെങ്കിൽ ലോഞ്ച് പൂൾ എന്ന് പറയും. ലോഞ്ച് പൂൾ എന്നാണ് പറയാമെന്നാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഒരു ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും മേ ബി ഇവർ എന്ത് ചെയ്യാൻ പോകുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. ഇതേപോലെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാ പ്രൊജക്റ്റും ഏൺ ചെയ്തില്ലെങ്കിൽ എല്ലാ പ്രൊജക്റ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രൊജക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ഒറിജിനൽ ടോൺ വാലറ്റ് എൻ്റെ കൊടുത്തിട്ടില്ല, ഞാനിവിടെ ടെസ്റ്റ്നെറ്റ് ടോൺ വാലറ്റാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ടോൺ കീപ്പറിൽ കുറേ ടെസ്റ്റ്നെറ്റ് ടോൺ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ്നെറ്റ് ടോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവൻ്റെ ഡെയിലി ചെക്കിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചോദിക്കുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയാൽ എനിക്ക് പോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും നിങ്ങൾക്കൊക്കെ വല്ല പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെസ്റ്റ് നെറ്റ് ഓൺ വെച്ചിട്ടൊന്നും കൊടുക്കരുത്. നിങ്ങളുടെ അക്കൗണ്ട് മേ ബി അടിച്ചു പോയാലും പോവും. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ പാസ് എടുക്കുന്നുണ്ട്. ഈ പാസ്സിൽ ഞാൻ ഈ സ്റ്റാർസ് കൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഡൂ എന്ന് കൊടുത്താൽ ഫസ്റ്റ് അവിടെ കിടക്കുന്ന ടാസ്ക്കാണ് ഈ വാലറ്റ് കണക്ഷൻ. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെസ്റ്റ് നെറ്റ് ഓൺ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും അതിക്കല്ല ഓൺ ചെയിൻ അല്ലല്ലോ വിഡ്രോ വരിക, അവർ എക്സ്ചേഞ്ചിക്ക് ആണല്ലോ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇതിൽ എൻ്റെ അക്കൗണ്ട് പോയില്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ചിക്ക് ഞാൻ എന്ത് ചെയ്യാം, അത് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ടെസ്റ്റ് നെറ്റ് ഓൺ കൊടുത്തത്. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷേ കൂടുതൽ ആൾക്കാരും ടെസ്റ്റ് നെറ്റ് തന്നെ കൊടുത്താൽ മതി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നിട്ട് വേറെ താഴെയുള്ളത് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ സ്മാർട്ട് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് സ്റ്റേക്കാണ്. നമ്മുടെ ഈ എംഡോക്സിലൊക്കെ ലോഞ്ച് പൂൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്റ്റേക്ക് ചെയ്യണോ ഇല്ലെങ്കിൽ നമുക്ക് മേ ബി ഹോൾഡ് ചെയ്യണോ, ഈ ഗോഡ്സിൻ്റെ അതേ കണക്ക് തന്നെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ വന്ന ഉടനെ വിറ്റ് ചവറ് പോലെ എറിഞ്ഞ് വിൽക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീണ്ടും 8 ദിവസമൊക്കെയാണ് ഈ പാസിന് ഒരു സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ലിസ്റ്റ് ആവട്ടെ. എന്തായാലും ലിസ്റ്റ് ആവും. ബിഗറ്റിൽ തന്നെയാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വാല്യൂ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ ഒരുപാട് പൈസ ഒന്നും ഇടണ്ട, ടെസ്റ്റ് നെറ്റ് ഓൺ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാം. അപ്പം അടുത്ത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൂട്ട്സിനെ പറ്റിയിട്ടാണ്. എനിക്കൊരു ഇൻകം കിട്ടുന്നത് ഈ ലൂട്ട്സ് നിന്നാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയുള്ള ലിങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. ഞാനിവിടെ കുറേ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ലിങ്ക് അവർ തരും. അപ്പോൾ പുതിയ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഏഞ്ചൽ ഫണ്ടിന് ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്സ്റ്റോക്സ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ അപ്സ്റ്റോക്സിൻ്റെ താഴെ ലിങ്ക് ഞാൻ ഇട്ടുതരാം. നിങ്ങൾക്ക് 100 രൂപയാണ് കിട്ടുക. എനിക്ക് എത്രയാണ് കിട്ടുക, എനിക്ക് മേ ബി 80 രൂപയൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷേ എന്തായാലും 100 രൂപ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാ ലിങ്കിലും കയറുക. 1000 രൂപ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.